Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. മനസ വാച കർമ്മണ. നമസ്കാരം. BMC പ്രസൻസ് മനസ വാച കർമ്മണയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് BMCയുടെ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച സഭാകമ്പം എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു നമ്മൾ സംസാരിച്ചിരുന്നത്. സഭാകമ്പം എന്താണ്, കുട്ടികളിൽ അതെങ്ങനെ മാറ്റിയെടുക്കാം, അതെങ്ങനെയാണ് വരുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ട ഓരോരുത്തർക്കും ഈ സഭാകമ്പം എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു അറിവ് ലഭിച്ചു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇന്നൊരു മറ്റൊരു വിഷയവുമായിട്ടാണ് നമ്മുടെ പ്രിയങ്കരനായ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ ജോൺ പനക്കൽ എത്തിയിരിക്കുന്നത്. നമുക്ക് എത്രയും സ്നേഹത്തോടെ അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം ഷിനോയ്. എന്താണ് വിശേഷം? വിശേഷം സുഖം തന്നെ. ആനന്ദം പരമാനന്ദം എന്ന് പണ്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അത് തന്നെ പറയാൻ തോന്നുന്നു, ആനന്ദം പരമാനന്ദം. ഷിനോയ്ക്ക് എന്തുണ്ട് വിശേഷം? സുഖം, നന്നായിട്ട് പോകുന്നു. നമ്മൾ ഇന്ന് ഏത് സബ്ജക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു ഗ്രാമീണ വിഷയമാണ്. പണ്ടൊക്കെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഇത്രയധികം ഇന്നത്തെ പോലെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, ഗതാഗത സൗകര്യം, വാഹനങ്ങൾ കുറവായിരുന്നു. അപ്പോൾ തലച്ചുവടായിട്ടാണ് പലതും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ചാക്കിനകത്ത് സാധനങ്ങളൊക്കെ വെച്ച് കെട്ടി തലയിലെടുത്തുകൊണ്ട് പോവുക. ഈ കച്ചി എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, നമ്മുടെ പാടശേഖരങ്ങളിൽ അതൊക്കെ തലയിൽ വെച്ചുകൊണ്ട് വരിക. അപ്പോൾ തലയ്ക്കൊരു ഭാരം, ഒത്തിരി നേരം ഇതുകൊണ്ട് നടക്കാനൊക്കത്തില്ല. അപ്പോൾ റോഡ് സൈഡിലൊക്കെ ഈ ഭാരം ഇറക്കി വെക്കുന്നതിനുള്ള കൽത്തൂണുകൾ കാണും. കൽത്തൂണുകൾ, അത് രണ്ട് തൂണ് ഇങ്ങനെ മുകളിലേക്ക് വന്നിട്ട് മുകളിൽ വേറൊരു കല്ല് വെച്ചിട്ട് ആ കല്ലിലേക്ക് ഇത് ഇറക്കി വെക്കും. അത് നമ്മുടെ ഹൈറ്റ് അനുസരിച്ചാണ് ആ തൂണുകൾ അവിടെ വെച്ചിരിക്കുന്നത്. ഇതിനൊരു പേരുണ്ട്, ചുമട് താങ്ങി എന്ന്. അത് നാടൻ പേരാണ്. എന്നാൽ കുറച്ചുകൂടെ സാംസ്കാരിക ഭാഷയിൽ അങ്ങോട്ട് സംസാരിച്ചാൽ അതിനെ അത്താണി എന്ന് പറയും. ചില പ്രദേശങ്ങളിൽ അതിനെ ചുമട് താങ്ങി എന്ന് പറയും. ഇന്നത്തെ എൻ്റെ വിഷയം ചുമട് താങ്ങിയാണ്, അത്താണിയാണ്. എന്ത് തോന്നുന്നു? അതെ, അതിനകത്ത് എനിക്കൊരു കുറച്ച് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ മാനസിക വൈകല്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇപ്പം ഈ ചുമട് താങ്ങി എന്ന് പറയുന്ന മറ്റൊരു വിഷയമായിട്ട് വന്ന് അതെടുക്കാനുണ്ടായ ഒരു ചേതോ വികാരം എന്താണെന്ന് എനിക്കറിഞ്ഞാൽ കൊള്ളാം. മാനസിക വൈകല്യങ്ങളുടെ ഒരു ഭാഗമായതു. മാനസിക വൈകല്യങ്ങൾ എന്ന സീരീസ് ആണല്ലോ മനസ വാച കർമ്മണ എന്നുള്ളത്. അതെ അതെ. അപ്പോൾ ഈ ചുമട് താങ്ങിയായി ഒരാള് ഒരനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ വൈകല്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചുമട് താങ്ങി ആ വിഷയത്തിൽപ്പെട്ട ഒന്നാണ്. ഒരു ആർദ്ര ചിന്തയാണ്. അതെ, തീർച്ചയായും മറന്നില്ലല്ലോ. ആർദ്ര ചിന്തകൾ നമുക്കുണ്ടാവുന്നത് നല്ലതാണ്. ചുവട് താങ്ങി, അതിൻ്റെ അർത്ഥം ഏവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങളുടെ മനസാ വാച കർമ്മണയിലെ 7ാമത്തെ എപ്പിസോഡായ അത്താണിയിലേക്ക്, അല്ലെങ്കിൽ ചുവട് താങ്ങിയിലേക്ക്. പ്രിയമുള്ളവരെ, പ്രവാസ ലോകത്ത്
ഈ ചുമട് താങ്ങിയെപ്പോലെ ഭാരം പേറി നടക്കുന്ന ധാരാളം ആളുകളുണ്ട്. നാടൻ പ്രദേശത്തെ അപേക്ഷിച്ച് പ്രവാസ ലോകത്താണ് ചുമട് താങ്ങികൾ കൂടുതലുമുള്ളത്. ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ജീവിതത്തിന് ഒരർത്ഥവുമില്ല. ഞാൻ എന്തിന് ഇങ്ങനെ ഒരു മനുഷ്യനായി ജീവിക്കുന്നു? ഇതങ്ങ് അവസാനിപ്പിച്ചാൽ പോരെ? എത്ര നാളാണ് ഈ വല്ലവൻ്റെയും ജീവിത ഭാരം ആകുന്ന ചുമടും താങ്ങിക്കൊണ്ട് ഞാൻ നടക്കേണ്ടത്, വണ്ടിക്കാളയെപ്പോലെ എന്ന് ചിന്തിക്കുന്ന, സത്യം പറഞ്ഞാൽ അനേകർ നമ്മുടെ ചുറ്റിനുമുണ്ട് ഷിനോയി. ആ അനേകർക്ക് അല്പമെങ്കിലും ആശ്വാസം കിട്ടട്ടെ എന്ന് കരുതിയാണ് അവരുടെ മുൻപിൽ ഞാൻ ഈ എപ്പിസോഡ് പൂർണ്ണമായും സമർപ്പിക്കുന്നത്. ഒരനുഭവ കഥയിലൂടെ ആരംഭിക്കാം. ഞാൻ മനസ്സ് എന്ന് പറയുന്ന ആ പ്രോഗ്രാം വർഷങ്ങൾക്ക് മുമ്പ് റേഡിയോ വോയിസിലൂടെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസത്തെ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ ഒരു പ്രഭാഷണം അവസാനിച്ചപ്പോൾ ഒരു വ്യക്തി എന്നെ വിളിക്കുന്നു. അദ്ദേഹം പറയുന്നത്, സാറേ, ഞാൻ സാറിൻ്റെ ഈ മനസ്സെന്ന പരിപാടി ഞാൻ കേൾക്കുന്നുണ്ട്, എനിക്കൊത്തിരി ആശ്വാസം തരുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ സാർ എന്നെ പറ്റിയാണ് സംസാരിച്ചതെന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് സാറിനെ വിളിക്കണമെന്ന് തോന്നി. എന്നെപ്പറ്റി ഞാനൊന്ന് പറയാൻ അനുവദിക്കുമോ എന്നെന്നോട് ചോദിച്ചു. കേൾക്കാൻ ഒത്തിരി ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാനൊരു കുടുംബത്തിലെ മൂത്ത പുത്രനാണ്. എൻ്റെ അപ്പന് ഒരു പെട്ടിക്കടയായിരുന്നു. ഈ പെട്ടിക്കടയെന്ന് പറഞ്ഞാൽ ബീഡിയും സിഗരറ്റും മുറുക്കാനും നാരങ്ങാ വെള്ളവും മോരും വെള്ളവും ഒക്കെ കൊടുക്കുന്ന ഒരു കൊച്ചു കട, അതായത് പെട്ടിക്കട. പെട്ടിക്കട നടത്തുന്ന ഒരാളായിരുന്നു എൻ്റെ അപ്പൻ. എൻ്റെ അമ്മ ഒരു വീട്ടു ജോലിക്കാരിയുമായിരുന്നു. അടുത്തുള്ള വീടുകളിലൊക്കെ പോയി ജോലി ചെയ്ത് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളായിട്ടാണ് അന്ന് കിട്ടിയിരുന്നത്, പണമായിട്ട് കിട്ടത്തില്ല. എന്തെങ്കിലുമൊക്കെ സാധനം കിട്ടും, അത് വീട്ടിൽ കൊണ്ടുവന്ന് പാകം ചെയ്ത് ഞങ്ങൾക്കൊക്കെ തരും. ഞങ്ങൾ 5 മക്കളാണ്. 5-ൽ ഏറ്റവും മൂത്തതാണ് ഞാൻ. എൻ്റെ ഉള്ളത് 3 പെൺപിള്ളേരും, അതിന് താഴെ ഒരു കൊച്ചനുമുണ്ട്, ഒരാൺകുട്ടിയുമുണ്ട്. അങ്ങനെ ഞങ്ങൾ 5 പേർ. ഞങ്ങളിങ്ങനെ വളർന്നു വരികയാണ്. ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് തട്ടിയും മുട്ടിയും മുട്ടാതെയും തട്ടാതെയും ഒക്കെ ഇങ്ങനെ അങ്ങ് പോവുകയാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ 10ാം ക്ലാസ് അങ്ങ് തോറ്റു. 10ാം ക്ലാസ് വരെ ഞാൻ പോയി, അതൊരു മിടുക്ക. അതുപോലെ ഞാൻ പ്രതീക്ഷിച്ചില്ല 10ാം ക്ലാസ് വരെ എത്തുമോന്ന്. കാരണം രാവിലെ പത്രം കൊടുക്കുന്ന പണിയായിരുന്നു എനിക്ക്. പത്രമെല്ലാം കൊടുത്തേച്ച് ഞാൻ സ്കൂളിൽ പോകണം. വൈകിട്ട് വന്നതിന് ശേഷം പാല് കൊടുക്കുന്ന പണിയാണ് എനിക്ക്. അതും ഞങ്ങളുടെ വീട്ടിലേ അല്ല, വല്ല വീട്ടിലെയും പാല് കൊണ്ടുവന്ന് ഓരോ വീട്ടിലും കൊടുക്കുക. അതിൽ നിന്നൊക്കെ നക്കാപ്പിച്ചാൽ കിട്ടും. അതുകൊണ്ടൊക്കെയാ ഞാൻ പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നതും എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. എനിക്ക് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ 16 വയസ്സ് കഴിഞ്ഞു. 16 വയസ്സ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ക്ലാസ് തോറ്റു. അത് കഴിഞ്ഞിട്ട് മറ്റ് വിദ്യാഭ്യാസത്തിനൊന്നും മാർഗമില്ല. ഇങ്ങനെ വീട്ടിൽ കൂലിപ്പണിക്കൊക്കെ പോകുന്ന ഒരു പരിപാടിയിലേക്ക് ഞാൻ എടുത്തുചാടിയപ്പോൾ എന്നോട് താല്പര്യമുള്ള ഒരാൾ എനിക്കൊരു വിസ തന്നു ഇവിടെ വരാൻ. ഈ പ്രവാസ ലോകത്ത് വരാനായിട്ടൊരു വിസ തന്നു. എന്താ ജോലിയെന്നൊന്നും ഞാൻ അന്വേഷിച്ചില്ല. ഒരു കാവൽക്കാരനായിട്ടാണ് എനിക്ക് ജോലി കിട്ടിയത്. അതായത് വളർത്തുമൃഗങ്ങളെ ഇട്ടിരിക്കുന്ന വലിയ ഒരു യാർഡിൻ്റെ കാവൽക്കാരൻ. അത് ഞങ്ങൾ 2 പേരാണ്. മിക്കവാറും ഞാൻ ചെറുപ്പമായിരുന്നതുകൊണ്ട് എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് തന്നത്, രാത്രി ഡ്യൂട്ടി. പകല് ഉറങ്ങാം. AC ഒന്നും ഇല്ല. പ്രതികൂലമായ കാലാവസ്ഥയാണ്. നമ്മുടെ നാട്ടിൽ അതല്ലല്ലോ അന്നത്തെ കാലം. ഇന്ന് പ്രതികൂലമായിപ്പോയി. അങ്ങനെ കഴിയുമ്പോഴും എനിക്ക് തുച്ഛമായ ശമ്പളമായി, എത്ര എന്ന് പറയാൻ പോലും ഞാൻ മെനക്കെടുന്നില്ല. സാറിന് വരെ ലജ്ജ തോന്നും. അതുകൊണ്ട് ഞാൻ എൻ്റെ ശമ്പളം എത്ര ആയിരുന്നെന്ന് പറയുന്നില്ല. കുബൂസും പഴവുമാണ് എൻ്റെ പ്രധാന ആഹാരം.
ഇപ്പോഴും അപ്പോഴും ഞാൻ വന്നപ്പോഴും ഇപ്പോഴും എനിക്ക് കുബൂസും പഴവും വേണം. ഒരു ദിവസം ഒരു നേരം കുബൂസും പഴവുമാണ്. ഒരു നേരമേ ഞാൻ ആഹാരം കഴിക്കുകയുള്ളായിരുന്നു. 2 നേരം കഴിക്കാൻ എനിക്ക് മാർഗമില്ല. പച്ചവെള്ളം കുടിക്കുമായിരുന്നു. അത് പൈപ്പിനകത്തുനിന്ന് വരുന്ന വെള്ളമാണ് കുടിച്ചിരുന്നത്. ആലോചിച്ച് നോക്കണം. ഈ മനുഷ്യന് അയാളുടെ 3 സഹോദരിമാരെയും വിവാഹം കഴിപ്പിച്ചയച്ചു. അയാൾക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് ഒരു ചുമട് താങ്ങിയ അത്. ആദ്യത്തെ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ആ ചുമട് താങ്ങിയെ ആയിട്ട് അവിടെ അദ്ദേഹം പ്രവർത്തിച്ചു. ആ ഭാരം മുഴുവൻ ഏറ്റെടുത്ത് അയാൾക്ക് തൃപ്തി ഉണ്ടാവുന്ന തരത്തിൽ, അയാളുടെ അച്ഛനും അമ്മയ്ക്കും തൃപ്തി ഉണ്ടാവുന്ന തരത്തിൽ ആ കുട്ടിയെ വിവാഹം കഴിച്ച് അയപ്പിച്ചു. പിന്നെ ചുമട് താങ്ങാൻ 2 കൂടെ ഉണ്ട് പെൺകുട്ടികൾ. അവരുടെ 2 പേരുടെയും ചുമട് താങ്ങിയിട്ട് അവരെയും വിവാഹം കഴിപ്പിച്ചയച്ചു. എന്നിട്ട് ഇളയ കൊച്ചനെ പഠിപ്പിക്കണമല്ലോ, ആ ചുമടും ഞാൻ താങ്ങി. പിന്നെ അപ്പന് പെട്ടിക്കട നടത്താൻ ഒക്കാത്ത അവസ്ഥ വന്നപ്പോൾ അപ്പം വീട്ടിലിരിപ്പായി. അപ്പോൾ ആ ചുമടും ഞാൻ താങ്ങി ഒരു 48 വയസ്സായി സാറേ. എൻ്റെ ജീവിതം ഞാൻ മറന്നുപോയി. ഞാൻ എവിടെ, എങ്ങനെ എൻ്റെ വാർദ്ധക്യകാലത്തിൽ എന്നെ സംരക്ഷിക്കാൻ, എന്നെ ശുശ്രൂഷിക്കാൻ ഒരു ജീവിത സഖിയെപ്പോലും കണ്ടുപിടിക്കാൻ ഞാൻ മറന്നുപോയി സാറേ. ഞാൻ മറന്നുപോയി. ഇപ്പം എനിക്ക് 54 വയസ്സുണ്ട്. ഇപ്പോഴത്തെ എൻ്റെ കഥ അറിയണോ? എൻ്റെ വീട്, എൻ്റെ അപ്പം മരിച്ചുപോയി. എൻ്റെ അമ്മയെ സംരക്ഷിക്കുന്നതിൻ്റെ പേരിൽ ഇളയ മകൻ എഴുതി കൊടുത്തു. അവൻ വിവാഹം കഴിച്ചു, കുട്ടികളുമായിട്ട് സന്തോഷമായി കഴിയുന്നു. 3 സഹോദരിമാരും കുടുംബമായി സന്തോഷത്തോടെ കഴിയുന്നു. ഈ ഞാനോ ആരുമില്ല. വയസ്സ് 54. എനിക്കിനി ഇവിടെ ജോലി ചെയ്യാനുള്ള ആരോഗ്യമില്ല. പ്രതികൂലമായ കാലാവസ്ഥയിൽ ജീവിച്ച് എൻ്റെ അസ്ഥികളുടെ ബലം ക്ഷയിച്ചിരിക്കുന്നു സാറ്. വളരെ വികാരഭരിതമായിട്ടാണ് അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ കഥ അവതരിപ്പിച്ച് കേൾപ്പിച്ചത്. അപ്പോഴാണ് ചുമട് താങ്ങി എങ്ങനെയായി തീരുന്നു, അവൻ്റെ വൈകാരികത എന്താണ്, ഹൃദയഭാരം എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ എപ്പിസോഡ് അവതരിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ചുമട് താങ്ങുക എന്ന് പറയുന്നത് ഒരു സുഖമാണ്. പക്ഷേ ഈ ഭാരം താങ്ങിയ മനുഷ്യനെ തിരിഞ്ഞു നോക്കാതെ പുറംകാലുകൊണ്ട് തള്ളിയിട്ടിട്ട് ആ സുഖം അനുഭവിച്ചവർ മുന്നോട്ട് ആനന്ദിച്ചാറാടിപ്പോകുന്നത് കാണുമ്പോൾ ചുമട് താങ്ങിയായ എൻ്റെ മനസ്സിനുണ്ടാകുന്ന നൊമ്പരം എത്ര കഠോരമായിരിക്കും ഷിനോയി. അത് അനുഭവിക്കുമ്പോഴേ അറിയാനൊക്കത്തുള്ളൂ. ഈ പ്രവാസ ലോകത്തുള്ള ഒരു നല്ല ശതമാനം ആളുകൾ ചുമട് താങ്ങികളാണെന്ന് ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചത് എത്രയോ സത്യമാണ്. വീട്ടിലെ എല്ലാ ആവശ്യങ്ങൾക്കും, വീട്ടുകാരുടെ എല്ലാ ആവശ്യങ്ങൾക്കും, നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും ബന്ധുക്കളുടെയും എല്ലാ ആവശ്യങ്ങൾക്കും ഒരു പരിധി വരെ ചുമട് താങ്ങിയായി നിന്നിട്ടുള്ള മനുഷ്യരാണ് പ്രവാസത്തിൻ്റെ ലേബല് നെറ്റിയിൽ ഒട്ടിച്ചുകൊണ്ട് ഇപ്പോഴും ഈ പ്രദേശത്ത് പണിയെടുക്കുന്നത്. അതെ. അപ്പം അവൻ്റെ വികാരം ഒപ്പുവാൻ, അവൻ്റെ മനോവ്യഥ ഉൾക്കൊള്ളുവാൻ ആർക്കും സാധിക്കില്ല. അവൻ്റെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിച്ചവർക്ക് പോലും സാധിക്കുന്നില്ല. തന്നാലെന്താ, തരരുതോ? ഗൾഫിലോട്ട് വരുമ്പോൾ രാവിലെ എഴുന്നേറ്റ് നല്ല സ്വർണ്ണ നാണയമുള്ള മരം കുലുക്കി കാശ് പോക്കറ്റിലിടുകയാണെന്നാണ് ചിലരുടെ ധാരണ. ഇവിടെ കഴിയുന്ന ചില ക്യാമ്പുകളിലെ ചില ആളുകളുടെ താമസ സൗകര്യങ്ങളെപ്പറ്റി നേരിൽ കാണുമ്പോഴറിയാം എന്ത് ബുദ്ധിമുട്ടിയാവും കഴിയുന്നത് എന്നുള്ളത്.
രാവിലെ ക്യൂ നിൽക്കണം ബാത്റൂമിലൊന്ന് പോകാൻ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കഴിയുന്നവരുമുണ്ട്. പക്ഷേ ഇത് മനസ്സിലാക്കുന്ന ഒരു ഗവൺമെൻറ്റുമില്ല, ഒരു സംഘടനയുമില്ല, ഒരു സമുദായവുമില്ല, ഒരു വീടുമില്ല. അവനെ ഊറ്റുക. റബ്ബർ മരത്തിൽ നിന്ന് പാല് വെട്ടി 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 ചെത്തിയെടുത്ത് പാലില്ലാതെ വരുന്ന സന്ദർഭത്തിൽ കടുംവിട്ട് വെട്ടി ആ മരം തന്നെ നശിപ്പിക്കുന്ന സമൂഹമല്ലേ നമ്മുടേത്. ഇതുപോലെ പ്രവാസിയെ ഒരു റബ്ബർ മരമായി നമ്മൾ സങ്കല്പിച്ചാൽ അവനിൽ നിന്ന് ഊറി വരുന്ന പാലിൻ്റെ അവസാനത്തെ തുള്ളി വരെ ഊറ്റിയെടുത്തിട്ട് പാലില്ലാതെ വരുമ്പോൾ കടും വെട്ടുന്ന ജനതയല്ലേ ചുറ്റുമുള്ളത്. ഷിനോയ്ക്ക് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട്, പക്ഷേ വികാരഭരിതനായിരിക്കുന്നു. പറഞ്ഞേട്ട്. സാറേ, എനിക്കിത് കേട്ടപ്പോൾ കണ്ണുനീരണഞ്ഞു. അത് ഞാൻ എങ്ങനെ പറയണം, എന്താണ് നീ ചോദിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ വാക്കുകളില്ല. ഇത്രയും വിഷമതകൾ സഹിക്കുന്ന വ്യക്തികൾ ഈ സമൂഹത്തിലുണ്ടെന്നറിയുന്നത് തന്നെ നമ്മളെപ്പോലുള്ളവർക്ക് തലകുനിക്കേണ്ടതാണ്. ഒരുപാട് ഉണ്ട് ഷിനോയി, ഒരുപാടുണ്ട്. അപ്പോൾ അവർ എന്തുകൊണ്ടാണ് ഈ ഫാമിലികൾ ഇവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാകുന്നില്ല? നമ്മൾ ഷെയർ ചെയ്യാത്തത് ആണോ സാറേ? അത് അവരുടെ ജോലി, ഇത് നമ്മുടെ ജോലി. ഈ വേദനയും യാതനയും സഹിക്കുകയും വഹിക്കുകയും ചെയ്യുന്നത് ജീവിത സാഫല്യമായി കരുതണം. എന്നെ ഒരു അത്താണിയായി ചുമട് താങ്ങിയായി ഉപയോഗിച്ചു കൊള്ളട്ടെ എന്ന് സ്വയം ബലിയായിത്തീരുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയാണ് ഞാനും ഷിനോയും എങ്കിൽ അവിടെ ഒരു സുഖമുണ്ട്. ആ സുഖം വില കൊടുത്ത് വാങ്ങിക്കാനൊക്കത്തില്ല. ആ സുഖം ചെയ്ത് അനുഭവിക്കേണ്ട ഒരു സുഖമാണ്. തൻ്റെ പ്രവൃത്തിയിലൂടെ, തൻ്റെ കർമ്മത്തിലൂടെ, കർമ്മസുഖമാണ് അത് എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണമുണ്ട്. ഊർജം ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. ആകാശത്തിലെ മേഘപാളികളിൽ ജീവിക്കുന്ന ഒരു പക്ഷിയുണ്ട്. അതിൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ മറന്നുപോയി. മേഘപാളികളിൽ ജീവിക്കുന്ന പക്ഷി. ആ മേഘം വിട്ടത് വരത്തില്ല. അത് മുട്ടയിടും. മുട്ടയിടുമ്പോൾ പ്രജനന പ്രക്രിയ അവിടെ നടക്കുന്നത്. കുഞ്ഞുങ്ങളെ വിരിയിക്കുക എന്നുള്ളതാണല്ലോ അമ്മപ്പക്ഷിയുടെ ജോലി എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഈ പക്ഷി മനസ്സോടെ മുട്ടയിടും. മുട്ടയിടുന്ന എവിടെയോട്ടാണ്? മേഘങ്ങൾക്കിടയിലേക്കാണ്. അവിടെ ഈ മുട്ട തങ്ങി നിൽക്കുമോ? ഇല്ല. ഭൂഗുരുത്വം കൊണ്ട് ഈ മുട്ട പെട്ടെന്ന് തന്നെ താഴേക്ക് ഇങ്ങനെ ഭൂമിയിലേക്ക് വരും. ഭൂമിയിലേക്ക് വരുമ്പോൾ ഈ ഗുരുത്വം കൊണ്ട് മുട്ടയുടെ സ്പീഡ് കൂടും. സ്പീഡ് കൂടുമ്പോഴും മുട്ട പൊട്ടും. ഈ യാത്രയിൽ തന്നെ, ഈ മുകളിൽ നിന്ന് താഴോട്ടുള്ള യാത്രയിൽ തന്നെ മുട്ട പൊട്ടും. പൊട്ടിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞു കിളിയുടെ കണ്ണും ചുണ്ടും ഒക്കെ നമുക്ക് വെളിയിൽ കാണാം. മുട്ടത്തോട് ഈ അങ്ങ് മാറും. ഇതിൽ നിന്ന് കിളി മാത്രമാകും. ചിറകുകൾ പോലും മുളയ്ക്കാത്ത കിളി. ആ കിളി വീണ്ടും താഴേക്ക് വരികയാണ്. കിളിക്ക് താഴോട്ട് നോക്കാൻ പോലും കണ്ണുകൾ വിരിഞ്ഞിട്ടില്ല. എങ്കിലും ഒരു ചിന്ത വരും, ഞാൻ താഴേക്ക് ഇപ്പോൾ പതിക്കാൻ പോവുകയാ, ഇല്ലാതായിത്തീരാൻ പോവുകയാണ് എന്ന് തോന്നുമ്പോൾ ഈ ചിറകില്ലാത്ത ചിറകുണ്ടല്ലോ, വിടരും. വിടർന്നിട്ട് അപ്പോൾ അത് മുകളിലേക്ക് നോക്കും. അതിൻ്റെ അമ്മ അങ്ങ് മുകളിൽ മേഘപാളികളിൽ കാത്തിരിക്കുന്നു എന്നുള്ള ആ കുഞ്ഞു മനസ്സിൻ്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഇല്ലാത്ത മുളയ്ക്കാത്ത ചിറക് വച്ച് അത് അതിശീഘ്രം പറന്ന് 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 അങ്ങ് അകലെ നിൽക്കുന്ന ആ മേഘപാളികളുടെ ഉള്ളിലേക്ക് കടന്ന് അതിൻ്റെ അമ്മയുടെ അകിടിൽ അഭയം പ്രാപിക്കും. ഇത് പ്രകൃതിയിൽ നടക്കുന്ന ഒരു വികൃതിയാണ്. ഈ കിളിയുടെ ചിന്ത ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഇത്രയും പ്രയാസത്തിലൂടെ മുട്ടയിട്ട് കഴിഞ്ഞ് നിമിഷ നേരത്തിനുള്ളിൽ മുട്ട വിരിയുക. മുട്ട വിരിഞ്ഞു കഴിഞ്ഞ് നിമിഷ നേരത്തിനുള്ളിൽ അതിന് ചിറകുകൾ വന്ന് മുകളിലേക്ക് പോവുകയാണ്.
ആ ഭാരവും ദുഃഖവും ഒക്കെ നമ്മൾ സഹിച്ച് അവസാനം നമ്മുടെ പ്രയത്നഫലമായി നമ്മുടെ പോസിറ്റീവ് തോട്ടിലൂടെ, ആർദ്രചിന്തകളിലൂടെ, ആർജവചിന്തകളിലൂടെ നാം മുകളിലേക്ക് വളർന്ന് അമ്മയുടെ സമീപത്തിൽ എത്തിയിട്ട് സായുജ്യമടയുന്നു. ആ ഒരു സായുജ്യമാണ് ചുമട് താങ്ങികൾക്കുണ്ടാവേണ്ടത്. ആ സായുജ്യം അതിൽ ജീവിക്കാൻ നമുക്ക് പറ്റുന്നു എങ്കിൽ, അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് പറ്റുന്നു എങ്കിൽ, ഒരു ചുമട് താങ്ങിയായി ജീവിക്കുന്നതിലും കഥയുണ്ട് ഷിനോയ്. ഓവർ ടു യു. ഈറനണിയിക്കുന്ന ഒരു എപ്പിസോഡാണ് നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. സാറേ, ഒത്തിരി നന്ദി. ഇങ്ങനെ സമൂഹത്തിൽ ആരാലും അറിയപ്പെടാതെ ഇരിക്കുന്ന കുറച്ച് വ്യക്തികളെ നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് അവതരിപ്പിച്ച സാറിന് ഒത്തിരി നന്ദി. ഇതിൽ കൂടുതൽ എന്താണ് ഈ എപ്പിസോഡിൽ എനിക്ക് സാറിനോട് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സത്യത്തിൽ എൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെയും കണ്ണുകൾ ഈറനണിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നമുക്ക് ഇതുപോലുള്ള വ്യക്തികളെ കണ്ടെത്തിയാൽ അവരെ ഒന്ന് പരിഗണിക്കാൻ, അവരെ സ്നേഹത്തോടെ ഒന്ന് തലോടാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, നിങ്ങളെ ഉത്തരം കിട്ടാതെ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന ചോദ്യങ്ങളും ഞങ്ങളെ അറിയിക്കുക. അത് മറ്റൊരു എപ്പിസോഡിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് സൈനിങ് ഓഫ്, ഷിനോയ് പുളിക്കൻ. മനസ വാച കർമ്മണ. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.